നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായി. ഹൂ കെയേഴ്സ് എന്ന നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്ന റിനിയുടെ വെളിപ്പെടുത്തൽ. ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിനിടെയാണ് റിനി ആൻഡ് ജോർജ് എന്ന യുവനടി ഈ വെളിപ്പെടുത്തൽ നടത്തിയതും. ഇതിന് പിന്നാലെയാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന തരത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തത്. പിന്നീട് റിനിയുടെ പോരാട്ടം, അതുപോലെ തന്നെ റിനിക്കെതിരെ രാഹുലും ഫെനിയും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം 24 ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിനിടെ റിനിയുടെ ചാറ്റുകൾ, റിനി സമ്മതിച്ചാൽ താനും റിനിയുമായിട്ടുള്ള ചാറ്റുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. റിനിക്കെതിരെ അക്ഷരാർത്ഥത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഹുൽ. ഒരു ദിവസം റിനി ആൻഡ് ജോർജ് എന്ന യുവനടി രംഗത്ത് വരികയും ഒരു മാധ്യമത്തിന്റെ ഓൺലൈൻ ഇന്റർവ്യൂവിനിടെ തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന നിലപാടാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ അവരെ പരിചയപ്പെട്ടത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ശേഷം തന്നോട് മോശമായി പെരുമാറി എന്നാണ് റിനി പറഞ്ഞത്. ആദ്യത്തെ ദിവസം അവർ അത് പറഞ്ഞില്ല. പിന്നീടാണ് താൻ മോശമായി പെരുമാറി എന്ന വെളിപ്പെടുത്തൽ റിനി നടത്തുന്നത്. റിനിയോട് എനിക്കിപ്പോഴും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ പരിചയപ്പെട്ടിട്ട് 24 മണിക്കൂറിനകം റിനിയെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി പൊതുജനം കേൾക്കണം. എനിക്ക് റിനിയുമായിട്ടുള്ള ചാറ്റ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിടാൻ യാതൊരു മടിയുമില്ല. വേണമെങ്കിൽ ആ ചാറ്റ് കാണിച്ചു തരാനും താൻ തയ്യാറാണ്. പക്ഷേ റിനിക്ക് സമ്മതമാണെങ്കിൽ തീർച്ചയായിട്ടും റിനി നൽകിയ മറുപടി എന്താണ്, ഞങ്ങൾ തമ്മിലുള്ള ചാറ്റുകൾ എന്താണെന്ന് പുറത്തുവിടാൻ താൻ തയ്യാറാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി രാഹുൽ പറഞ്ഞു. ഒരിക്കൽ താൻ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ റിനിയുടെ ഫോൺ കോൾ വന്നു. തുരുതുരാ കോളുകൾ വരികയാണ് റിനിയുടെ ഭാഗത്തു നിന്നും. ആദ്യത്തെ കോൾ താൻ എടുത്തില്ല, പിന്നീട് താൻ ആ കോൾ എടുത്തു. അപ്പോൾ റിനി വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്, എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ തന്നോട് പറഞ്ഞു. അപ്പോൾ താൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. താൻ അമ്മയ്ക്ക് ആശംസകൾ അറിയിച്ചു. അന്ന് ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശം അനുഭവം നേരിട്ടെന്ന് പറയുന്ന റിനി പിന്നെ എന്തിനാണ് മറ്റൊരു ദിവസം തന്നെ വിളിച്ച് അമ്മയുടെ പിറന്നാളാണ്, അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചത് എന്തിനാണ്? അങ്ങനെ വിളിക്കാവോ? അത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം താൻ മോശം പെരുമാറ്റം നടത്തിയെങ്കിൽ, അത്തരത്തിൽ മോശം അനുഭവം തന്നിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു കോൾ റിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. മാത്രമല്ല, ഒരിക്കൽ തൃശ്ശൂർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ റിനി എത്തുകയും പാലക്കാട് ഉണ്ടോ എന്ന് തന്നോട് ചോദിക്കുകയും പാലക്കാട് വന്ന് വളരെ സ്നേഹത്തോടെ അവർ തന്നോട് സംസാരിച്ചു പോയതാണ്. ആ റിനിയാണ് പിന്നീട് തനിക്കെതിരെ, അതായത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശം അനുഭവം ഉണ്ടായി എന്ന് തനിക്കെതിരെ സംസാരിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും താൻ താമസിച്ച ഹോട്ടലിൽ ബൈ ചാൻസ് അവർ താമസിക്കാൻ വന്നു. ആ കൂട്ടത്തിനിടയിൽ തന്നെ കണ്ടു, തൻ്റെ അടുത്തേക്ക് ഓടി എത്തി സെൽഫി എടുത്ത ഒരു വ്യക്തി കൂടിയാണ് റിനി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് താൻ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ തനിക്ക് പരിചയമുള്ള, അതായത് അമ്മയുടെ പിറന്നാളാണ്, ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞ് വിളിച്ച റിനി. മാത്രമല്ല, പരിചയപ്പെട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരാൾക്കൂട്ടത്തിനിടയിൽ തന്നെ കാണുമ്പോൾ ഓടി വന്ന് തനിക്കൊപ്പമുള്ളൊരു ഫോട്ടോ എടുക്കുന്ന റിനി. അങ്ങനെയുള്ള റിനിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ താൻ നടുങ്ങിപ്പോയി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. താൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിൽ മോശമായി പെരുമാറി എന്ന് പറയുന്ന റിനി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് കേട്ട് താൻ ഞെട്ടിയിരിക്കുകയാണ്. ഇവർ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. റിനിക്ക് നിന്നോട് മാത്രമേ സൗഹൃദമുള്ളൂ എന്ന് കരുതാൻ റിനിയോട് തനിക്ക് പ്രണയമൊന്നുമില്ല. ഞങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ തന്നോട് മാത്രമേ സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ തന്നോട് മാത്രമേ അടുപ്പമുള്ളൂ, അല്ലെങ്കിൽ തന്നോട് മാത്രമേ ഇത്തരത്തിലൊരു ബന്ധമുള്ളൂ എന്ന് വിചാരിക്കേണ്ട, അത്തരത്തിൽ ചിന്തിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലുണ്ടാകുന്നില്ല. സൗഹൃദത്തിന്റെ തെറ്റും ശരിയുമല്ല റിനി പറഞ്ഞത് എങ്കിൽ പോലും റിനി ആരോപിച്ചത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി പെരുമാറിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ചാറ്റ് പുറത്തുവിടട്ടെ, പൊതുജനങ്ങൾക്ക് മുമ്പിൽ റിനി പറഞ്ഞ മറുപടി എന്താണെന്ന് പുറത്തുവിടട്ടെ എന്ന് താൻ പറയും. അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് അതിനെ കണക്കാക്കണ്ട. പക്ഷേ താൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുന്ന റിനി ആ ചാറ്റ് പുറത്തുവിടാൻ തയ്യാറാകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു. റിനിക്ക് സമ്മതമാണെങ്കിൽ റിനി താനുമായി
തമ്മിലുള്ള സംഭാഷണം പുറത്തുവിടാൻ തയ്യാറാണ്. ഒരിക്കലും അത് ബ്ലാക്ക് മെയിലിങ്ങോ റിനിയെ പേടിപ്പിക്കുന്നതോ അല്ല. റിനിക്ക് സമ്മതമാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം പുറത്തുവിടും. എന്നെപ്പറ്റി എന്തും പറയാം. എന്നിട്ട് എന്നോട് ചോദിക്കുക രാഹുൽ എന്താണ് മിണ്ടാത്തതെന്ന്. എന്നാൽ ഞാൻ തെളിവുകൾ തരാം, ഞാൻ ചാറ്റ് പുറത്തുവിടാം എന്ന് പറഞ്ഞാൽ ഉടനെ അത് ബ്ലാക്ക് മെയിലിംഗ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ താൻ എങ്ങനെയാണ് പിന്നെ തെളിയിക്കേണ്ടത്? ചാറ്റുകൾ മാത്രമേ തൻ്റെ കയ്യിലുള്ളൂ, അത് മാത്രമേ തനിക്കൊരു തെളിവായിട്ട് കാണിക്കാനുള്ളൂ. അതിനപ്പുറം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ തനിക്കുള്ള മാർഗം എന്താണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർവ്യൂവിനിടെ ചോദിക്കുന്നുണ്ട്. റിനി പരാതി നൽകിയിട്ടില്ല, പക്ഷേ രാഹുലിനെതിരെ റിനി രംഗത്ത് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുലിനെതിരായ ഓഡിയോ തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് യുവ നേതാവിൽ നിന്ന് തനിക്കും മോശം സമീപനം ഉണ്ടായി എന്ന് റിനി വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ഇതോടെയാണ് ഈ വിവാദം കേരളത്തിൽ ആളിക്കത്തുന്നതും. എന്തായാലും ഈ വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. അതിനിടയിലാണ് റിനിക്കെതിരെ ഇത്തരത്തിൽ ഒരു വെല്ലുവിളി, അതായത് റിനിയുമായുള്ള ചാറ്റ് പുറത്തുവിടാൻ താൻ തയ്യാറാണ് എന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. റിനി എന്ന യുവതി ഉന്നയിച്ച പരാതികൾ അടിസ്ഥാനരഹിതമാണെന്നും സത്യാവസ്ഥ തെളിയിക്കാൻ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ചാറ്റുകളും പുറത്തുവിടാൻ തയ്യാറാണെന്നും രാഹുൽ പറയുകയുണ്ടായി. ഈ ആരോപണങ്ങൾ, റിനി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടണമെന്നുമായിരുന്നു രാഹുലിൻ്റെ വെല്ലുവിളി. റിനിയും താനുമായുള്ള എല്ലാ ചാറ്റുകളും കൈമാറാൻ തയ്യാറാണ്. എല്ലാ സന്ദേശങ്ങളും മാധ്യമ പ്രവർത്തകർക്കും കോടതിക്കും പരിശോധിക്കാൻ നൽകാൻ താൻ തയ്യാറാണ്. ആരോപണത്തിന് ആസ്പദമായ കാലയളവിനടുത്തുവരെയും റിനി തന്നോട് വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിനി ആൻഡ് ജോർജിനെതിരെ ആരോപണവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്ത് ഫെനി നൈനാനും രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളോ അവിടെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. ഇക്കാര്യം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫെനി രംഗത്ത് വന്നത്. പക്ഷേ ഫെനിക്കെതിരെ ഈ റിനിയും രംഗത്ത് വന്നിരുന്നു. എന്തായാലും റിനിക്ക് ഒരു പരസ്യ വെല്ലുവിളി എന്നോണമാണ് രാഹുൽ ആ ചാറ്റുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും റിനിയുടെ ഒരു മറുപടി എന്താണ് ഈ വിഷയത്തിൽ? രാഹുലിൻ്റെ ഈ വെല്ലുവിളിയോട് റിനിയുടെ മറുപടി, പ്രതികരണം എന്താണ്? എല്ലാ വിഷയങ്ങളിലും നമുക്കറിയാവുന്നതുപോലെ തന്നെ റിനി വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുകയും ഈ ഒരു വിഷയത്തിൽ, അതായത് രാഹുലിനെ ഹൂ കെയേഴ്സ് എന്ന നിലപാടുള്ള നേതാവാണ് ഈ ഒരു വ്യക്തി എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് റിനി. അതിനുശേഷം നമ്മൾ റിനിയുടെ നിലപാടുകൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും രാഹുൽ ഈ പറഞ്ഞു വെച്ച കാര്യത്തോട് എങ്ങനെയാണ് റിനിയുടെ ഒരു പ്രതികരണം എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.